യെസ് മക്കളെ, എന്തൊക്കെയാണ് വിശേഷം? എക്സാം ഒക്കെ ആയില്ലേ? അപ്പോൾ എല്ലാവരും എക്സാമിന്റെ ടെൻഷനിലൊക്കെ ആയിരിക്കും. അപ്പം മിസ്സിന് അറിയാം. അപ്പം മിസ് നിങ്ങളെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക. എന്ത് വീഡിയോ എന്ന് അറിയാം? നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ലാസ്റ്റ് ചാപ്റ്ററായ ഡൈവേഴ്സ് ഓർഗാനിസം, അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കുക. കാര്യം അവർക്കും എന്താണ് ഉപകാരപ്പെടണ്ടേ? ഓക്കെ, അപ്പോൾ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേടാ. അപ്പോൾ നമ്മൾ സമയം ഒന്നും ഒട്ടും കളയുന്നില്ല. അറിയാലോ ചാപ്റ്ററിന്റെ പേരെന്താണ്? ചാപ്റ്റർ 8 ഡൈവേഴ്സ് ഓർഗാനിസം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക. ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്ത് കളയണ്ട. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ആംഫിബിയൻസ്? എന്താണ് ഉഭയജീവികൾ? ഓൾറെഡി മിസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്തായിരുന്നു? വെള്ളത്തിലും അതുപോലെ തന്നെ കരയിലും ജീവിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് ആംഫിബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻസ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കഴിയാൻ പറ്റുന്നത്? കാര്യം നമുക്ക് വെള്ളത്തിനടിയിൽ താമസിക്കാൻ പറ്റുമോടാ? ഇല്ല, നമ്മൾ ശ്വാസം മുട്ടി അപ്പം തന്നെ ചത്തുപോകും. പക്ഷെ ഇവർക്ക് എന്താണ്? വെള്ളത്തിനടിയിലും താമസിക്കാൻ പറ്റും, അതുപോലെ തന്നെ മുകളിലും അതായത് കരയിലും താമസിക്കാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിനടിയിൽ എന്താണ്? സ്കിന്നിന് വെച്ചിട്ട്, അതായത് ത്വക്ക് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ബ്രീത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ത്വക്ക് ഉപയോഗിച്ചിട്ടാണ് അവർ ശ്വസിക്കുന്നത്. അതേസമയം ലാൻഡിലാണെങ്കിൽ നമ്മളുടെ പോലെ തന്നെ ശ്വാസകോശം വെച്ചിട്ട് അല്ലെങ്കിൽ ലങ്സ് വെച്ചിട്ടാണ് അവർ ശ്വസിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു 2 പോയിന്റ് എന്തായാലും എഴുതിയിരിക്കണം. ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കണം? വെള്ളത്തിലും അതുപോലെ തന്നെ കരയിലും, അതായത് ലാൻഡിലും വാട്ടറിലും താമസിക്കുന്ന ജീവികളെയാണ് ആംഫിബിയൻസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. എന്താണ്? തവളയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം തവള എന്ത് ചെയ്യുന്നുണ്ട്? കുളത്തിനുള്ളിലും കാണാൻ പറ്റും, അല്ലെങ്കിൽ പുഴയുടെ അടിയിലും കാണാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്തും കാണാൻ പറ്റും. ഇവർക്ക് 2 സ്ഥലത്തും താമസിക്കാനായിട്ട് അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് പറ്റുന്നവയാണ്. കാരണം എന്താണ്? അവർക്ക് വെള്ളത്തിനടിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വാട്ടറിനടിയിൽ വെച്ചിട്ട് അവർ ബ്രീത്ത് ചെയ്യുന്നത് എന്ത് വെച്ചാൽ സ്കിന്ന് വെച്ചിട്ടാണ്. നമുക്ക് സ്കിന്ന് വെച്ച് പറ്റുമോ? ഇല്ല. നമുക്ക് ആകെ ഈ പറയുന്ന പോലെ ഈ ശ്വാസകോശം, മൂക്കിൽ കൂടി ശ്വാസകോശം വഴിയിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. ലങ്സ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സ്കിൻ യൂസ് ചെയ്തിട്ട് ഒരിക്കലും ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒരാൾ പോലും വിട്ട് കളയരുത്. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ. അപ്പോൾ 2 മാർക്ക് കളയണ്ട കേട്ടോ. അടുത്തത്, സം മാമൽസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്, ഫോർ വാട്ട് പർപ്പസ് ഡു കീപ് ദം? അതായത് ചില സസ്തനികളെ നമ്മൾ വളർത്തു മൃഗങ്ങളായിട്ട് സൂക്ഷിക്കാറെന്നല്ല, പരിപാലിക്കാറുണ്ട്. എന്തിനായിരിക്കും അവരെയൊക്കെ വളർത്തുന്നത്? ചില ആൾക്കാർ ചില ബെനിഫിറ്റ്, ചില ഒരു കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനെ ആദ്യത്തേണ് ഫോർ മീറ്റ്, മാംസത്തിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്താണ്? പശുവിനെ വളർത്താറുണ്ട്, അതുപോലെ തന്നെ കാളേനെ വളർത്താറുണ്ട്, പോത്തിനെ, എരുമേനെയൊക്കെ വളർത്താറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ ഫർ, രോമം, അതായത് ചെമ്മരിയാട് കണ്ടിട്ടുണ്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ കുറവാണ്, പക്ഷെ കാശ്മീർ ഏരിയാസിലൊക്കെ എന്താണ്? ഈ പറഞ്ഞ ചെമ്മരിയാട് കൂടുതലാണ്. അവര് ഈ ആടിനെ വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഈ രോമം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫറിന് വേണ്ടിയിട്ടും എന്താണ്? മാമൽസിനെ നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ട്. അതുപോലെ മിൽക്ക്, അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് എന്താണ്? പശു ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആടായിക്കോട്ടെ, അതിനൊക്കെ എന്താണ് വീട്ടിൽ വളർത്തുന്നത്? ഈ പറയുന്ന പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഏതാട്ടോ, മിസ് ഒരു 3 എണ്ണം ലിസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്താ നമ്മുടെ ഈ പറയുന്ന മാമൽസിനെ, ഡൊമസ്റ്റിക് ആനിമൽസ് ആയിട്ട് വീട്ടിൽ നമ്മൾ വളർത്തുന്നത്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് കേട്ടു, പക്ഷെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചിന്തിച്ചെഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൻ വൈൽ ദ ഇന്ററാക്ടിങ് വിത്ത് ഡൊമസ്റ്റിക് ആനിമൽസ്? അതായത് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാടാ? മിസ് പറയാതെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ അറിയാൻ പറ്റും. ഓരോന്നോരോന്നായിട്ട് പറഞ്ഞേ. എന്താണ്? അതായത് നമ്മൾ ഈ പറയുന്ന വളർത്തുമൃഗങ്ങളോട് ഭയങ്കര ദേഷ്യപ്പെട്ട് ഹിറ്റ്ലർ മാധവൻകുട്ടിയായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ പട്ടിയാണെങ്കിൽ തിരിച്ച് നമ്മളെ കടിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് അപ്രോച്ച് കാംലി, ഭയങ്കര ശാന്തമായിട്ട് സമീപിക്കുക. അതാണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, ഇനി അതുപോലെ വാക്സിനേറ്റ് ഡൊമസ്റ്റിക് ആനിമൽസ്, അതായത് നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് നമ്മുടെ പോലെ തന്നെ പല പകർച്ചവ്യാധികളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവർ കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൽസിൽ കറക്റ്റ് അവർക്ക് വാക്സിനേഷൻ കൊടുത്തിരിക്കണം. വളർത്തുമൃഗങ്ങൾക്ക് എന്താണ്? വാക്സിനേഷൻ എടുത്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അസുഖങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ വാഷ് ഹാൻഡ്സ് ആഫ്റ്റർ ടച്ച് ദ ആനിമൽസ്, അതായത് മൃഗങ്ങളെ തൊട്ടതിന് ശേഷം കൈകൾ കഴുകുക. അതാണ് അടുത്ത ചെയ്യേണ്ടത് കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ പൂച്ചേനായിക്കോട്ടെ പട്ടീനായിക്കോട്ടെ അതിനെ എന്തെങ്കിലും നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? കൈകൾ കഴുകിയതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങൾ ചെയ്താൽ മതി. എത്ര വലിയ ക്യൂട്ടായിരിക്കുന്ന പപ്പിക്കുട്ടിയാണ്, എത്ര വലിയ ക്യൂട്ടായിരിക്കുന്ന പൂച്ചക്കുട്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, നമുക്ക് അതില്ലാതെ പറ്റില്ല എന്നൊക്കെ ആയാൽ കൂടി അതിനെ ടച്ച് ചെയ്താൽ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ എന്ത് ചെയ്യുക?
കൈ എന്തായാലും വാഷ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്ന പോലെ, നമ്മൾ കുളിക്കാറില്ലേടാ, കുളിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ രാവിലെ വൈകിട്ടൊക്കെ കുളിക്കാൻ പറ്റുന്നവർ കുളിക്കുക. അങ്ങനെ നമ്മൾ ഹൈജീനായിട്ട് നമ്മുടെ ശരീരം നോക്കുന്ന പോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെയും അവരെയും എന്താണ് ഹൈജീൻ ആയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ, അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ വളർത്താനായിട്ട് ശ്രമിക്കുക എന്നല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് എന്ത് വളർത്തു മൃഗങ്ങളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇടപഴകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പിട്ടെ, ഓക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി മിസ് കളർ ഒന്ന് മാറ്റട്ടെ, റെഡ് ഇട്ട് നിങ്ങളുടെ കണ്ണടിച്ചു. ഓക്കെ, ഇനി വളർത്തു മൃഗങ്ങൾ ഉപകാരിയാണെങ്കിലും നമുക്ക് അവയിൽ നിന്ന് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ആ അസുഖങ്ങളുടെ പേര് ആർക്കെങ്കിലും അറിയാമോടാ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിൽ നിന്ന് നമുക്ക് പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് അറിയാമോ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? റാബീസ് കേട്ടോ, പേവിഷബാധ, അതായത് പട്ടിയിൽ നിന്ന് വരുന്നതാണ്. പട്ടിക്ക് ഇതുപോലെ റാബീസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്ക്, അത് കടിക്കുകയോ മാന്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരികയും ചെയ്യും. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കുന്ന അസുഖം കേട്ടോ. ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് പെട്ടെന്ന് തന്നെ നമ്മൾ വാക്സിൻ എടുക്കണം. അതെല്ലാം നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് ഇത് ഉണ്ടോയെന്ന് നമുക്ക് അറിയില്ലായിരിക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് അങ്ങനെ ചിലപ്പോൾ നഖമൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കടിച്ചിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കാം, നമ്മളത് കാര്യമില്ലാതെ ആക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന വഴി നമുക്കും എന്താണ് റാബീസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം വരികയും മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ആന്ത്രാക്സ് കേട്ടോ, ആനിമൽസിൽ നിന്ന് ഉണ്ടാവുന്ന പശുവിനൊക്കെ വരുന്ന ഒരു അസുഖമാണ് ആന്ത്രാക്സ് എന്ന് പറയുന്നത്. പിന്നെ നിപ്പ അറിഞ്ഞൂടെ? നിപ്പ എന്നാ വളർത്തുമൃഗങ്ങൾ എന്നല്ല പറയുന്നത്, നമ്മുടെ പിഗ്, പന്നീന്നൊക്കെയാണ് നിപ്പ വരുന്നത്. ചില ആൾക്കാർ ഇപ്പോൾ മീറ്റിന് വേണ്ടിയിട്ട്, മാംസ്യത്തിന് വേണ്ടിയിട്ട് പന്നീനെയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഈ പറയുന്ന പന്നിയിൽ നിന്ന് ഈ പറയുന്ന നിപ്പ എന്ന് പറയുന്ന ആ ഒരു അസുഖവും വരുന്നുണ്ട്. നിപ്പയും കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ. നിപ്പ വന്നാലും എന്താണ് മരുന്നില്ലാത്തതുകൊണ്ട് തന്നെ മരണം ആണ് ഏറ്റവും ലാസ്റ്റ് സംഭവിക്കുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളത്. അപ്പം ഇത് ഏതെങ്കിലും ഒരു 2 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെച്ചേക്കാം. അതായത് നമുക്ക് മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത്, വാട്ട് ഈസ് മെറ്റാമോർഫോസിസ്, അല്ലെങ്കിൽ എന്താണ് രൂപാന്തരണം? ഓൾറെഡി മിസ് ക്ലാസ് എടുത്തപ്പോൾ ഭയങ്കര വലുതായിട്ടൊക്കെ പറഞ്ഞു തന്നതാണ്. അതായത് ചില ജീവികളുടെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഫേസ് ആയിരിക്കില്ലടാ. അതായത് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അതായത് മനുഷ്യന്റെ കുഞ്ഞിന് മനുഷ്യക്കുഞ്ഞെന്ന് പറയുന്നുണ്ട് അല്ലേ, പക്ഷിയുടെ കുഞ്ഞ് അല്ലെ കോഴിയുടെ കുഞ്ഞിന് കോഴിക്കുഞ്ഞെന്ന് പറയുന്നുണ്ട്, തവളയുടെ കുഞ്ഞിനെ തവളക്കുഞ്ഞെന്ന് പറയോ? കണ്ടിട്ടുണ്ടോ തവളയുടെ കുഞ്ഞിനെ? അല്ല, തവളയുടെ പോലെ തന്നെയല്ല തവളയുടെ കുഞ്ഞിരിക്കുന്നത്. പക്ഷെ കോഴിയുടെ കുഞ്ഞിനെ കോഴിക്കുഞ്ഞു പോലെ ഇരിക്കുന്നത്, അല്ലെ താറാവിന്റെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നത്, അല്ലെ മനുഷ്യന്റെ കുഞ്ഞിനെ മനുഷ്യനെ പോലെ ഇരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ബട്ടർഫ്ലൈ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ തവള ആയിക്കോട്ടെ, ഇവയുടെയൊക്കെ കുഞ്ഞുങ്ങൾ എന്താണ് ഈ അമ്മയുടെ പോലെ ആയിരിക്കില്ല ആദ്യം ഉണ്ടാവുന്നത്. ഓക്കെ, അത് പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് മാതൃജീവിയോട് സാദൃശ്യം കാണിക്കുന്നത്. ഈ മാറ്റത്തിനെ വിളിക്കുന്ന പേരാണ് എന്താ മെറ്റാമോർഫോസിസ്, അല്ലെങ്കിൽ രൂപാന്തരണം എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയേ, അത് നേരെ ചെന്നിട്ട് ഇലയിൽ ചെന്ന് മുട്ടയിടുകയാണ്. ഓക്കെ, ഇലയിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുട്ടയിടുന്നുണ്ട്. മുട്ടയിട്ടിട്ട് അത് ഉണ്ടാവുന്ന കുഞ്ഞിനെ നോക്കിയടാ, ബട്ടർഫ്ലൈന്റെ പോലെ സുന്ദരി ബട്ടർഫ്ലൈ ആണോ? അല്ല, പുഴുവാണ്. നമ്മൾ കാണുന്ന പുഴുവൊക്കെ അപ്പൊ എന്താ? ബട്ടർഫ്ലൈന്റെ കുഞ്ഞുങ്ങളാ. നമ്മൾ ഇത് വല്ലതും അറിഞ്ഞോ? ഓക്കെ, അതായത് അതിന്റെ ജനിച്ചു വന്നപ്പോൾ അത് എഗ്ഗ്, ഓക്കെ സമ്മതിച്ചു, എഗ്ഗ് നമുക്ക് അങ്ങനെ സാദൃശ്യം കാണിക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് വിരിഞ്ഞുണ്ടായത് എന്താണ്? ഈ പറയുന്ന പുഴുവാണ്, അല്ലെ കാറ്റർ പില്ലറാണ്. അതിനുശേഷം എന്താണ്? അത് ഇതുപോലെ പ്യൂപ്പയായിട്ട് മാറിയിട്ടുണ്ട്. പ്യൂപ്പയായിട്ട് മാറി, അതായത് ഇലയുടെ കടയിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്താണ് ശരിക്കും ബട്ടർഫ്ലൈയുടെ കുഞ്ഞ് ഒന്ന് വലുതാവാനായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു ചേഞ്ച് ആണ് കേട്ടോ. പിന്നെ പ്യൂപ്പയിൽ നിന്നിട്ടാണ് പുറത്തേക്ക് ഇതുപോലത്തെ കുഞ്ഞി ബട്ടർഫ്ലൈ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും സ്റ്റേജസിലൂടെ, അതായത് ആദ്യം കാറ്റർപില്ലറായി, പിന്നെ പ്യൂപ്പയായി, പിന്നെ അതിനുശേഷമാണ് അവിടെ നിന്നാണ് ഈ പറയുന്ന പുതിയ ബട്ടർഫ്ലൈ പുറത്തേക്ക് വന്നത്. അപ്പോൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തൊരു കുഞ്ഞുണ്ടാവുകയും അതിനുശേഷം അതെന്താണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് വീണ്ടും എന്താണ് മാതൃജീവിയുടെ പോലെ ആവുന്നത്. ഈ മാറ്റത്തിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമോർഫോസിസ്. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം. കാരണം ഇതിന്റെ ഡെഫിനേഷൻ എന്തായാലും ചോദിച്ചിരിക്കും കേട്ടോ. ഡെഫിനേഷൻ, അതായത് ഇൻ സം ക്രിയേച്ചർ the larvae do not resemble to the parent. പാരന്റുമായിട്ട് അല്ലെങ്കിൽ മാതൃജീവിയായിട്ട് സാദൃശ്യം ഉണ്ടാകില്ല. അപ്പോൾ the larvae formed from the egg goes through the different stages of growth and become creature resembling the parents. അതായത് ഈ ലാർവ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് മാതൃജീവിയോട് ഏറ്റവും സാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്. ഈ മാറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്താ? രൂപാന്തരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേട്ടാ. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഇത് എന്തായാലും ചോദിക്കും. മെറ്റാമോർഫോസിന്റെ ഡെഫിനേഷൻ എന്തായാലും ചോദിച്ചിരിക്കും, ഉറപ്പാണ്, ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. അപ്പൊ ഇത് എന്തായാലും പഠിച്ചിരിക്കുക. ഇതിന്റെ എക്സാമ്പിൾ പഠിച്ചോ, ബട്ടർഫ്ലൈ പിടിച്ചു വെച്ചോ. അതുപോലെ തവള അങ്ങനെയാണ് കേട്ടോ. തവളയുടെ കുഞ്ഞ്, തവള മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. എന്നിട്ട് അതെന്താണ്? ഒരു മീൻ്റെ പോലെ, വാൽമാക്രി എന്ന് പറയുന്നത്. അതായതിനു ശേഷം പിന്നീട് കുറെ മാറ്റങ്ങൾക്ക് ശേഷമാണ് തവളയുടെ രൂപത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതെന്താണ്? മെറ്റാമോർഫോസിന് മറ്റൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് കേട്ടോ. ഇനി does the offspring of cockroach look like cockroach itself? What are the difference? അതായത് ഈ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈയുടെ പോലെ തന്നെയാണ് നമ്മുടെ പാറ്റയുടെ ജീവിതം. പാറ്റയുടെ കുട്ടി എന്താണ്? ഇതുപോലെ
പാറ്റയുടെ പോലെയല്ലേ ഇരിക്കുന്നത്, പാറ്റയുടെ പോലെയാണോ പാറ്റയുടെ കുട്ടി ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ട്, എന്താണ് ആ ഡിഫറൻസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പാറ്റയുടെ ഒരു ഫുള്ളി ഗ്രോൺ ആയിരിക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റയ്ക്ക് എഗ്ഗ് ഉണ്ടാവുന്നത്. നമ്മൾ ഈ അലമാരയൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പീസ് കാണും. നമ്മളപ്പോൾ വിചാരിക്കുക എന്തോ സംഭവം, പക്ഷെ അതെന്താ, പാറ്റയുടെ കൊച്ചാടാ, പാറ്റയുടെ എഗ്ഗാണ്, കൊച്ചല്ല പാറ്റയുടെ എഗ്ഗാണ്. ആ എഗ്ഗ് പിന്നെ എന്താണ്, ഈ രൂപത്തിലേക്കാണ് ആവുന്നത്, ഈ രൂപത്തിലേക്ക്. അതായത് ഭയങ്കര സ്പീഡിൽ ഓടിപ്പോകുന്ന ടൈപ്പ് പാറ്റയുടെ രൂപമുള്ള ഏകദേശം ഒരു പാറ്റ എന്ന് പറയാൻ പറ്റില്ല, വേറെ ഏതൊരു പ്രാണി പോലെ തോന്നും. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് നിംഫ് എന്നാണ്. എന്താണ്, നിംഫ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ പാറ്റയുടെ ആ ഒരു ലാർവനെ അതിനെ വിളിക്കുന്ന പേരെന്താണ്, നിംഫ് എന്നാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അത് പാറ്റയുടെ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് പിന്നീട് അത് പാറ്റയുടെ രൂപത്തിലേക്കായിട്ട് മാറുന്നത്. അതിനുശേഷം ഇതിന്റെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, ശരീരത്തിന് എന്താ പറയുന്നത്, ഷെഡ്, അതായത് അതിന്റെ മലയാളം പറയുന്നത് പുറംചട്ട പൊളിച്ചു കളയുന്നുണ്ട്. അതായത് ഈ നിംഫ് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പുറംചട്ട പൊളിച്ചടഞ്ഞിട്ടാണ് എന്ത് ഈ പറയുന്ന പൂർണ്ണ വളർച്ച എത്തിയ ഈ ഒരു പാറ്റയിലേക്ക് എത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈ പറയുന്ന പാറ്റയുടെ കുഞ്ഞിന്റെ പേര് നിംഫ് എന്നാണ്. നിംഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷം, അതായത് പുറംചട്ടയൊക്കെ മൊത്തം ഇങ്ങനെ പൊളിച്ചു കളഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന രൂപത്തിലേക്ക് എത്തുന്നത്. അപ്പൊ നോക്കാം, ദേ ആർ നിംഫ്, അതായത് അതിന്റെ കുട്ടികളെ നിംഫ് എന്നാ പറയുന്നത്. നിംഫ് ഗോസ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കം ഫുള്ളി ഗ്രോൺ കോക്രോച്ച്. അതായത് ഈ പറയുന്ന നിംഫ് എന്നാണ് അതിന്റെ ലാർവയെ വിളിക്കുന്നത്. ഈ നിംഫ് വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് പൂർണ്ണ വളർച്ച എത്തിയ ജീവിയായിട്ട് മാറുന്നു. ഇതിനിടയിൽ പലതവണ എന്ത് ചെയ്യുന്നുണ്ട്, ദ നിംഫ് ഷെഡ്സ് ഇറ്റ് ഔട്ടർ ഷെൽ മെനി ടൈംസ്. പലതവണ ഇതിന്റെ പുറംചട്ട എന്ത് ചെയ്യുന്നുണ്ട്, പൊടിച്ചു കളയുന്നുണ്ട്. ഓക്കെ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി കാർഷിക, അതായത് പുഴുവിന്റെ കാര്യം ബട്ടർഫ്ലൈന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. അല്ലെങ്കിൽ പുഴുവിന് ഇപ്പൊ ഇത്ര നാൾ നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു, പക്ഷെ ബട്ടർഫ്ലൈന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇത്തിരി സഹതാപമൊക്കെ തോന്നി തുടങ്ങി. പക്ഷേ ഈ പറഞ്ഞ സാധനം നല്ലതാണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് ഫാർമേഴ്സിന് കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾ ഉണ്ട്. അതിന് ഉദാഹരണം എഴുതാനാണ് പറയുന്നത്. എക്സാമ്പിൾ ഫോർ ദ പെസ്റ്റ് ദാറ്റ് ഹാം ദ ക്രോപ്സ്. അതായത് ചില ഈ പറയുന്ന ബട്ടർഫ്ലൈയുടെ കുഞ്ഞായ പുഴുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലകളിൽ, ചിലപ്പോൾ കർഷകർ നട്ടിരിക്കുന്ന ഒരു ചെടിയായിരിക്കും, ആ ചെടിയിൽ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ബട്ടർഫ്ലൈ മുട്ടയിടുന്നത്. മുട്ടയിട്ട് കഴിയുമ്പോൾ എന്താണ്, അവിടെ ഈ പറയുന്ന പുഴുവായിട്ട് കാറ്റർപില്ലറായിട്ട് മാറുന്ന ഈ കാറ്റർപില്ലർ അവർ വളരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഇലയായിരിക്കും കടിച്ച് തിന്ന് വളരുന്നത്. അപ്പൊ എന്താണ്, ഫാർമേഴ്സിനെ സംബന്ധിച്ച് അത് അവർക്ക് നഷ്ടമാണ്. കാരണം അവർ പൈസയൊക്കെ കൊടുത്ത് നട്ടിരിക്കുന്ന ചെടിയാണ്, അല്ലെങ്കിൽ ക്രോപ്പാണ്, വിളയാണ്. അത് ഈ പുഴു അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭയങ്കര ദോഷമല്ലേടാ. അപ്പൊ അങ്ങനെ ദോഷം ചെയ്യുന്ന കുറച്ച് എന്താണ് കീടങ്ങളുണ്ട്, കുറച്ച് പെസ്റ്റുകളുണ്ട്. അതിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ബ്രൗൺ പ്ലാന്തോപ്പ്, ഓക്കെ, അതുപോലെ തന്നെ യെല്ലോ സ്റ്റെം ബോറർ ലീഫ് ഫോൾഡർ കേട്ടോ. ഏതെങ്കിലും 2 എണ്ണം പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ബ്രൗൺ പ്ലാൻ ഹോപ്പർ, തവിട്ട് ചെടിപ്പുഴു, അതുപോലെ യെല്ലോ സ്റ്റെം ബോറർ മഞ്ഞ തണ്ടുതുരപ്പൻ പുഴു, അതുപോലെ തന്നെ ഇല ചുരുട്ടിപ്പുഴു. ഇതൊക്കെ എന്താണ്, ഇതിന്റെ എക്സാമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അതായത് വി ഓഫ്റ്റൻ കീപ് സം സ്പൈസസ് അലോങ് വിത്ത് ഗ്രെയിൻസ് വെൻ ദേ ആർ സ്റ്റോർഡ് ബൈ. അതായത് ചില ആൾക്കാർ പണ്ടൊക്കെ ഈ പറയുന്ന ചില വീടുകളിലൊക്കെ എന്താണ് ഗോതമ്പിന്റെ കൃഷി അല്ലെങ്കിൽ എന്താണ് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ധാന്യങ്ങൾ അവർ വലിയ പെട്ടിയിലാക്കിയാണ് വെക്കുന്നത്. പെട്ടിയിലാക്കി വയ്ക്കുന്ന സമയത്ത് ഈ പറയുന്ന സ്പൈസസ്, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സുഗന്ധ വ്യഞ്ജനം എന്ന് വെച്ചാൽ ഈ സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ എന്താണ് ആ പെട്ടിയിലോ അല്ലെങ്കിൽ ആ ചാക്കിലോ എന്താണ് അവർ ആഡ് ചെയ്ത് വെക്കാറുണ്ട്. എന്തിനായിരിക്കും, അതെന്താ കാര്യം എന്ന് അറിയാമോ മക്കളെ? ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് എന്താണ് ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് അവർ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട്, കീടങ്ങളിൽ നിന്നിട്ട് പ്രതിരോധിക്കാനായിട്ട് ആ ചെടികൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സ്മെല്ലാണ്. ഓക്കെ, അപ്പൊ ആ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഒരു പെസ്റ്റും ഈ പറയുന്ന നെല്ലിന്റെ അടുത്തോ അല്ലെങ്കിൽ അരിയുടെ അടുത്തോ വരുന്നില്ല. അതാണ് അതിന്റെ റീസൺ. അതായത് കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി, അതായത് ഈ സുഗന്ധദ്രവ്യങ്ങൾ അല്ലെങ്കിൽ സ്പൈസസ് ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ്, അതുകൊണ്ടാണ് അവയെ സുഗന്ധ വ്യഞ്ജനങ്ങളാക്കുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൊണ്ട് മിസ് പറയാം. ഈ സ്പൈസസിന് എന്താണ് ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ലിന്റെ റീസൺ എന്താണ്, അവരുടെ ബോഡി, ആ ചെടി തന്നെ ഉണ്ടാക്കുന്ന സ്മെല്ലാണത്. ഓക്കെ, അതായത് കീടങ്ങളിൽ നിന്നിട്ട് അല്ലെ പെസ്റ്റിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ആ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്മെല്ലാണ് അല്ലെങ്കിൽ ഒരു കെമിക്കലാണ് ആ സ്മെല്ലിന് റീസൺ ആവുന്നത്. ഈ സ്മെല്ലുണ്ടെങ്കിൽ എന്താണ്, ഈ പെസ്റ്റുകൾ അല്ലെങ്കിൽ കീടങ്ങൾ അടുത്ത് വരില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നെല്ലായാലും ഗോതമ്പായാലും മറ്റെന്തെങ്കിലും ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഈ പറഞ്ഞ സ്പൈസസിൽ ഏതെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ലുണ്ടെങ്കിൽ ഒരു കീടങ്ങളും അല്ലെങ്കിൽ ഒരു പെസ്റ്റും ആ പറയുന്നതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ധാന്യങ്ങളെ കേടാക്കാനായിട്ട് വരില്ല. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. ഇത് സാധാരണയായിട്ട് ചോദിക്കാൻ നിങ്ങളുടെ ടെക്സ്റ്റിലോ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ അല്ലെ സ്പൈസസ് ആണ്. അത് ഏതിട്ടാലും ഓക്കെയാണ്. ഹൗ മെനി ടൈപ്സ് ഓഫ് ആൻഡ്സ് ഡു യു നോ, റൈറ്റ് ഡൗൺ ദെയർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, മിസ് പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ തട്ടിക്കളയേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ നിസ്സാരം എന്നൊക്കെ പറഞ്ഞാൽ നോക്കാതിരിക്കുകയായിരിക്കും. അപ്പോൾ നോക്കാതിരിക്കരുത്. എത്ര തരം ഉറുമ്പുകൾ നിങ്ങൾക്കറിയാം? എന്തൊക്കെയാണ്? യെല്ലോ ക്രേസി ആൻഡ്, ചോണൻ ഉറുമ്പ്, പിന്നെ ഡ്രൈവർ ആൻഡ്, ഓട്ടക്കാരൻ ഉറുമ്പ്, അതുപോലെ ഫയർ ആൻഡ്, തീ ഉറുമ്പ്, പിന്നെ എന്തൊക്കെയുണ്ട് വേറെ? കട്ടുറുമ്പ്,
കാക്കുറുമ്പ്, അങ്ങനെ ഒരുപാട് ഉറുമ്പുകളുണ്ട്. ഏതെങ്കിലും ഉറുമ്പുകളുടെയൊക്കെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം. പക്ഷേ മിസ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. കാര്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി അടുത്തത്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഫോക്കസിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെക്ട് ഫോർ ദ ബാലൻസിംഗ് ഓഫ് ദ എക്കോസിസ്റ്റം. അതായത് പുഴുക്കളുടെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ പറഞ്ഞിരുന്നു ബട്ടർഫ്ലൈന്റെ കുഞ്ഞാണ് പുഴുക്കൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റർപില്ലർ അല്ലെങ്കിൽ ഇൻസെക്ട് എന്നൊക്കെ പറയുന്നത്. പ്രാണികൾ കൂട്ടിയാൽ മതി, പുഴുവിനെ കൂട്ടണ്ട. പ്രാണികൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മുടെ എക്കോസിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ നോട്ട് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ പറയുന്ന എക്കോസിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ പുഴുക്കൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസെക്റ്റുകൾക്ക് എന്താണ് വലിയൊരു പങ്കുണ്ടടാ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ജീവികളുടെ ഭക്ഷണാവശിഷ്ടങ്ങളും അവ പരിസരം വൃത്തിയാക്കാനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ പുഴുക്കൾ സഹായിക്കുന്നുണ്ട്. ദേ കീപ് സറൗണ്ടിങ്സ് ക്ലീൻ ബൈ ഈറ്റിംഗ് ഡെഡ് ക്രിയേച്ചർ ആൻഡ് ഫുഡ് വേസ്റ്റ്. അതായത് അവർ ചുറ്റുപാടുള്ള സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്, അവിടെ ചുറ്റുപാടും ഡെഡ് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ പോലെ ഭക്ഷണാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വേസ്റ്റുകളെയൊക്കെ എന്താണ് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്, ഭക്ഷണമാക്കിയിട്ട് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് പുഴുക്കളെ ആഹാരമാക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. അപ്പോൾ പുഴുക്കൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ, ഇൻസെക്റ്റുകൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ ആ ജീവികൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല, പിന്നെ അവരെന്താണ് പട്ടിണി കിടന്ന് ചത്തുപോകും. ഓക്കെ, അപ്പോൾ ഒരു പുഴു ഇല്ലാതായി കഴിഞ്ഞിട്ട് എന്താണ്, പുഴുവിനെ ഡിപ്പെൻഡ് ചെയ്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഇല്ലാതാകുന്നുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ അത് മറ്റൊരു പ്രാധാന്യം. മൂന്നാമത്, ഈ പറയുന്ന ഇൻസെക്റ്റുകൾ വഴിയിട്ടാണ് അല്ലെങ്കിൽ പ്രാണികൾ വഴിയിട്ടാണ് നമ്മൾ പൂക്കളുകളിലൊക്കെ പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് നടക്കാതിരിക്കും. പോളിനേഷൻ നടന്നാൽ മാത്രമാണ് പൂവ് കായായിട്ട് ഫ്രൂട്ടായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ പോളിനേഷനെ സഹായിക്കുന്ന എന്താണ്, ഈ പറയുന്ന ഇൻസെക്റ്റുകളാണ്, അല്ലെങ്കിൽ പുഴുക്കളാണ്, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് ആണ്, ശലഭങ്ങളാണ്. അപ്പോൾ അവ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ്, കറക്റ്റായിട്ട് പോളിനേഷൻ നടക്കില്ല, പ്ലാന്റുകളിലൊന്നും ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അത് നമ്മളെ ബാധിക്കില്ലേ, നമ്മൾ ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതെന്താണ്, അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ എക്കോസിസ്റ്റത്തിന് അത് ബാധിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാരിൽ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എക്കോസിസ്റ്റത്തിന് അത് ടൈപ്പിൽ വരില്ല, പക്ഷെ പുഴുക്കളെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന കൺട്രീസും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇൻസെക്റ്റിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന കുറേ രാജ്യങ്ങളും ഉണ്ട്. ഇനി വിങ്സ് ഉള്ള ആൻറ്റ് കേട്ടിട്ടുണ്ടോ? വിങ്സ്, അതായത് ഹാവ് യു സീൻ വിങ്സ്ഡ് ആൻഡ് വെൻ ഡു ദ വിങ്സ് ഗ്രോ? അതായത് നിങ്ങൾ ചിറകുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഉറുമ്പുകൾ ചിറക് മുളയ്ക്കുന്നത്? കണ്ടിട്ടുണ്ടോ ഉറുമ്പ്? അതായത് ഇത്രയേ ഉള്ളൂ, മെയിലും ഫീമെയിൽ ഗ്യാമേറ്റ്സും, അതായത് ഗ്യാമേറ്റ് അല്ല, മെയിലും ഫീമെയിൽ ആൻഡും എന്ത് ചെയ്യുന്നുണ്ട്, റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻസ് കഴിഞ്ഞിട്ട് അവരുടെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ചിറകുകൾ മുളച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മെയിലായാലും ഉറുമ്പായാലും ഉറുമ്പായാലും റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പ്രത്യുൽപാദന ധർമ്മം കഴിഞ്ഞിട്ട് ചിറക് മുളച്ചിട്ടാണ് അവർ പുറത്തിറക്കുന്നത്. അപ്പോൾ ആ പ്രത്യുൽപാദന ധർമ്മം കഴിയുമ്പോഴാണ് ആർക്ക്, ഈ ആൻറ്റുകൾക്ക് എന്ത് മുളയ്ക്കുന്നത്, വിങ്സ് മുളയ്ക്കുന്നത്. ഓക്കെ ആണോ, സെറ്റാണോ? ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും ഇത് ചോദിക്കും. ഒരു പ്രാവശ്യം കൂടി പറയാം, ചിറകുകൾക്ക് ചിറക് മുളയ്ക്കും എപ്പോഴാണ്, അതായത് പറയുന്ന മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഉറുമ്പായാലും പെണ്ണുറുമ്പായാലും അവരുടെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പ്രത്യുൽപാദന ധർമ്മം കഴിഞ്ഞിട്ട് അവർ കൂട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന പോലെ ചിറകുകൾ മുളച്ചിട്ടാണ്. അങ്ങനെയാണ് ആൻസിന് വിങ്സ് വരുന്നത്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? ഇനി അടുത്തത്, വൈ ദർ ഈസ് എ ബാൻ ട്രോളിംഗ് ഓൺ ദ കേരളം കോസ്റ്റ് ഇൻ ദ കേരളം ഇൻ ജൂൺ ആൻഡ് ജൂലൈ. അതായത് നമുക്കിടെ ഈ പറയുന്ന തീരദേശ പ്രദേശങ്ങളിലൊക്കെ ജൂൺ ജൂലൈ മാസത്തിൽ ഫിഷിനെ പിടിക്കാൻ പാടില്ല. അതായത് അങ്ങനത്തെ ഒരു നിയമമുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അതായത് അതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ റീസൺ ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് അതിനെ വിളിക്കുന്നത് ഊത്തകയറ്റം എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ എന്നാണ് പറയുന്നത്. അതായത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ, അതായത് കാലവർഷം എന്ന് വെച്ചാൽ മഴ വരുന്ന സമയമാണ്. ഈ സമയമാവുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ഫിഷസുകളെല്ലാം നദികളിൽ നിന്നും കായലുകളിൽ നിന്നൊക്കെ, വലിയ നദികളിൽ നിന്നും കായലുകളിൽ നിന്നും സമുദ്രത്തിൽ നിന്നൊക്കെ എന്താണ്, ഈ മത്സ്യങ്ങൾ കൂട്ടമായിട്ട് എന്താണ് കൈത്തോടുകളിലേക്കും അതുപോലെ തന്നെ വയലുകളിലേക്കും ചെറിയ ചെറിയ തടാകങ്ങളിലേക്കും കായലുകളിലേക്കൊക്കെ എന്താണ് ഇവർ ഒരു യാത്ര തിരിക്കും, ഒരു ദേശാടനം തിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? മുട്ടയിടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ ഈ പോകുന്ന സമയത്ത് ഇവരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവരെന്തായാലും മുട്ടയും ഇടില്ല. അപ്പം അത്രയും മത്സ്യസമ്പത്താണ് കുറയുന്നത്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് മീൻ പിടിക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ. കേരളത്തിൽ അങ്ങനെ ഒരു സമയമുണ്ട്, ജൂൺ ജൂലൈ മാസത്തിലാണ് മീൻ പിടിക്കരുതെന്നുള്ളൊരു നിയമമുള്ളത്. അങ്ങനെ പിടിക്കാത്തതിൻ്റെ റീസൺ എന്താ, അവരെന്തായാലും മുട്ടയിടുന്നതിനായിട്ട് അവർ ചെറിയ ചെറിയ കായലുകളിലേക്കും തടാകങ്ങളിലേക്കും യാത്ര തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അവരെ
നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ, വലയിട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ മുട്ടയിടില്ല. അപ്പോൾ അതിനനുസരിച്ച് മത്സ്യസമ്പത്ത് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ആ സമയങ്ങളിൽ മീൻപിടുത്തം നിയമവിരുദ്ധമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ കണക്കാക്കുന്നത്. ഇല്ലീഗൽ ആയിട്ടാണ് ആ പീരീഡിൽ നമ്മൾ ഫിഷിങ് ഡ്യൂറിങ് ദിസ് പീരീഡ് ഈസ് ഇല്ലീഗൽ. അല്ലാതെ ആ ടൈമിൽ മീൻ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. മെറ്റാമോർഫോസിസിൻ്റെ ഡെഫിനേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഫിഷസിൻ്റെ കാര്യം പഠിച്ചിരിക്കണം, ആംഫിബിയൻസ് പഠിച്ചിരിക്കണം. പിന്നെ മക്കളെ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് മിസ് ഇട്ടിട്ടില്ല, പക്ഷെ പറയാം. സ്നേക്ക് എന്ന് പറയുന്ന റെപ്റ്റൈൽസിൽ വരുന്ന സ്നേക്കാണ്. കേരളത്തിൽ ഒരു 5 തരത്തിലും വിഷമുള്ള പാമ്പുകളേ ഉള്ളൂ. 5 തരത്തിലുള്ള വിഷമുള്ള പാമ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അത് എങ്ങനെയാണ് കാണാനിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ മാമൽസിൻ്റെ പ്രത്യേകതകൾ നോക്കി വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നന്നായി പഠിക്കുക. കുറച്ച് വലിയ ചാപ്റ്ററാണ്, അതായത് നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വലിയ ചാപ്റ്ററാണ് എന്ന് കരുതിയിട്ട് ആരും സ്കിപ്പ് ചെയ്യാനും നിൽക്കരുത്. കാരണം കൂടുതൽ മാർക്കുള്ളത് ഇതിലാണ്, വെയിറ്റേജ് കൂടുതലുള്ളത് ഇതിലാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ, സീ യു.